ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ, അതായത് പുതിയ പാഠഭാഗങ്ങളാണല്ലോ, അതിൽ ബേസിക് സയൻസിൽ 3ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ജലം നിത്യജീവിതത്തിൽ. അപ്പം പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയായിരിക്കും നമുക്കിതിൽ പഠിക്കാനുണ്ടാവുക എന്നുള്ളത്. ജലത്തിൻ്റെ ആവശ്യകത എന്താണ്, ജലത്തിനെ കുറിച്ച് അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ, സവിശേഷതകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഒഴുകുന്ന ഈ ഒരു തോടിനോട് ചോദിക്കുകയാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്നാണ് തോട് പറയുന്നത്. അതായത് ജീവജലം എല്ലാവരിലേക്കും എത്തിക്കുന്ന തിരക്കിലാണ് നമ്മൾ തോടുള്ളത്. നമുക്ക് എല്ലാവിധ ആവശ്യങ്ങൾക്കും നമ്മൾ ജലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പുഴയിലെ വെള്ളം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നു. നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത്തരത്തിൽ ഒഴുകി വരുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? പാത്രം കഴുകുന്നതിനും മറ്റ് തുണികൾ കഴുകുന്നതിനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം. പക്ഷെ കുടിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അങ്ങനെ പുഴയിലെ വെള്ളം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് ശുദ്ധീകരിച്ച ശേഷം മാത്രമേ കുടിവെള്ളമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ PSC ഓറിയൻറ്റഡ് ആയിട്ടാണ് പാഠഭാഗങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ പോയിൻറ്റ്സ് ഒന്നും ഞാനിതിൽ പറയില്ല. മീൻസ് മെയിൻ പോയിൻറ്റ്സ് നമ്മൾ പറയും, അല്ലാതെ ഈ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ, മറ്റേ നമ്മൾ നിത്യജീവിതത്തിലെ അങ്ങനത്തെ സന്ദർഭങ്ങൾ, പല്ലേക്കുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? വലിയ മാലിന്യങ്ങൾ നമ്മൾ അരിച്ചു മാറ്റുന്നു. ഇങ്ങനെ ഒഴുകി വരുന്ന ജലത്തിലെ വലിയ വലിയ മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒന്ന് അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തതോ, ഈ മാലിന്യങ്ങളെ എന്ത് ചെയ്യുന്നു? അടിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. മൂന്നാമത്തതാണെങ്കിലോ, പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് വീണ്ടും അരിച്ചു മാറ്റും. അപ്പോൾ 1, 2, 3 ഒക്കെ തന്നെ എന്താണ്? മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. നാലാമത്തത് എന്താണ്? അതിൽ ബാക്ടീരിയാസും രോഗാണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അഞ്ചാമത്തത് എന്താണ്? ടാങ്കിൽ സംഭരിക്കുന്നു. എന്താണ്? ടാങ്കിൽ സംഭരിക്കുന്നു. ആറാമത്തതോ, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഒന്ന് സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അങ്ങനെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ടാങ്കിൽ സംഭരിക്കുന്നു, പിന്നെ അത് വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? പുഴയിലെ വെള്ളം നേരിട്ടല്ല നമ്മൾ ഭക്ഷണ ആവശ്യങ്ങൾക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത്, ശുദ്ധീകരിച്ചിട്ടാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ വെള്ളം എത്തുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, നമ്മൾ കോമൺ ആയിട്ടും എന്തിനെയാണ് ആശ്രയിക്കുന്നത്? പലരും കിണർ തന്നെയാണ് അല്ലേ? സ്വന്തമായിട്ടല്ല പലർക്കും കിണറുകളുണ്ടാവും. അതില്ലാത്തവർ പൈപ്പ് വഴി ഇതേപോലെ വെള്ളം വരുന്നവരുണ്ട്. അതേപോലെ കുഴൽ കിണറുകളെ ആശ്രയിക്കുന്നവരുണ്ട് അല്ലേ? നമുക്കൊന്ന് എഴുതി വെക്കാം. കുഴൽ കിണർ, പിന്നെ എന്തുണ്ട്? കുളങ്ങളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കിണർ, തോട്, കനാൽ, ഇതിനെയൊക്കെ ആശ്രയിക്കുന്നവരാണ് പലരും. ഓക്കെ, ഇനി ഒരു ദിവസം നമുക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കുടിക്കാൻ നമുക്ക് 2.5 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. അതേപോലെ ഭക്ഷണം പാകം ചെയ്യാൻ, പാത്രങ്ങൾ കഴുകാൻ, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും, ശുചീകരണത്തിന്, മറ്റാവശ്യങ്ങൾക്ക്. അപ്പം മൊത്തത്തിൽ നമുക്ക് വേണ്ട അളവാണ് ഈ കൊടുത്തിരിക്കുന്നത്. 121.5 മുതൽ 125.5 ലിറ്റർ വരെ നമുക്ക് ഒരു ദിവസം വെള്ളം ആവശ്യമാണ്. ഏകദേശം ഒരു കണക്ക് പറയുകയാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഓരോ ദിവസവും എത്രമാത്രം വെള്ളം നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് ഈ ഒരു പട്ടിക വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതിൽ തന്നെ ഈ ക്ലീനിങ്ങിനും അതേപോലെ വസ്ത്രം അലക്കുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും കേട്ടോ. ലാവിഷായിട്ട് വെള്ളം ഉപയോഗിക്കാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പക്ഷേ കുടിക്കുന്ന കാര്യത്തിലോ നമുക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വെള്ളം കുടിക്കുന്നതിൽ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. ഓക്കെ, ഭക്ഷണം കഴിക്കാതെ നമുക്ക് ചിലപ്പം
കുറച്ച് കാലം ജീവിക്കാൻ പറ്റിയേക്കാം, പക്ഷെ വെള്ളം കുടിക്കാതെ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ പറയുന്നത് നോക്കാം. കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും എന്താ നോക്കാലോ. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. എന്താ സംശയം അല്ലേ? നമുക്ക് കിട്ടുന്ന ജലമൊക്കെ ശുദ്ധജലമാണോ? അല്ല, പല രീതിയിൽ ജലം എന്താണ് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാരണം എന്താണ്? ജനസംഖ്യാ വർധനവ് തന്നെയാണ്. പിന്നെ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നില്ല അല്ലേ? എല്ലാ രീതിയിലും നമ്മൾ എല്ലാ വായു ആയാലും ജലമായാലും ശബ്ദം എന്ത് തന്നെയായാലും ഒക്കെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുടിക്കാനൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും വെള്ളം ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ കൂടുതൽ അളവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വസ്ത്രങ്ങൾ അലക്കാനും തുടയ്ക്കാനും അങ്ങനത്തെ കാറ് കഴുകുക അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയാതെ അളവിലും കൂടുതൽ വെള്ളം ഉപയോഗിച്ച് പോകുന്നത്. ഇനി നമുക്ക് ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു എന്നൊന്നും പറയാനില്ല. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ ഏകദേശ അളവാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തലച്ചോറിൽ എത്ര ശതമാനം, രക്തം, വൃക്ക, പേശികൾ, ഹൃദയം, ശ്വാസകോശങ്ങൾ, അസ്ഥികൾ, അപ്പോൾ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും എന്ന് പറയുന്നതിൽ എന്താണ് ജലത്തിൻ്റെ അളവ് നമ്മൾ കണ്ടു അല്ലേ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യം ആണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രധാന ഒരു ഘടകമാണ് ജലം. ഇവിടെ നമുക്ക് പോയിന്റുകളൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം മനുഷ്യ ശരീരത്തിൽ എന്ന പോലെ തന്നെ സസ്യങ്ങൾക്കും എന്താണ് ജലം ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് സസ്യങ്ങളിലെ ജലം നിർവഹിക്കുന്നത് എന്നൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലകളിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അതായത് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. എന്നിട്ടത് ഗ്ലൂക്കോസും ജലവും ഉണ്ടാവും, എന്നിട്ടത് അന്നജത്തിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ജലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിൽ നമുക്ക് പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. പിന്നെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നു അല്ലേ. വേര് വഴി ആഗിരണം ചെയ്യപ്പെട്ട ലവണങ്ങളൊക്കെ ഇലകളിൽ എത്തിക്കുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? ജലം സഹായിക്കുന്നുണ്ട്. പിന്നെ സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് ജലം സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ സസ്യങ്ങളിലുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ എന്ത് നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്? എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഭൗതിക ഗുണങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ്? നിറവും ആകൃതിയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ കുട്ടി പറയാണ് കുട്ടീൻ്റെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിറവും മണവും ഇല്ല. അപ്പോൾ ഇത് ശുദ്ധജലമായിരിക്കും എന്ന് ആ കുട്ടി പറയാണ്. അങ്ങനെ നമുക്കത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം ജലത്തിന് എന്തില്ല, നിറമില്ല, മണമില്ല, രുചിയില്ല എന്ന് പറയാം. പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ അതൊരു ശുദ്ധജലമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ശുദ്ധജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്? ലവണാംശം ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ജലത്തെയാണ് നമ്മൾ, അതായത് ലവണാംശം കലരാത്ത ജലത്തെയാണ് നമ്മൾ ശുദ്ധജലം എന്ന് പറയുന്നത്. അപ്പം ശുദ്ധജല സ്രോതസ്സുകളാണ് മഴവെള്ളം, കിണറിലെ വെള്ളം, അതൊക്കെ ശുദ്ധജല സ്രോതസ്സാണ്. പക്ഷെ കടലിലെ ജലം നിങ്ങൾ നോക്കൂ, ശുദ്ധജലമാണോ? അല്ല, അതിൽ ഒരുപാട് ലവണാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലവണാംശങ്ങളൊന്നും കലരാത്ത ജലമാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. അതിന് മണവും രുചിയും ഒന്നും കാണില്ല. പക്ഷേ ശുദ്ധജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറവും മണവും ഇല്ലെങ്കിൽ അത് ശുദ്ധജലം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് പോലെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ജലം പരിശോധിച്ച റിപ്പോർട്ടിൽ വിവരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നിറം ഇല്ല, മണമില്ല.
അപ്പോൾ ശുദ്ധജലമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിലെന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ജലം നമുക്ക് പരിശോധനയിലൂടെ തന്നെയാണ് അത് ശുദ്ധജലമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏത്? ഈ നിറം ഇല്ലെങ്കിൽ കൂടെ നമുക്കത് ശുദ്ധജലമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പം ചളിവെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ചളിവെള്ളമാണ്, ശുദ്ധജലം അല്ലാന്ന്. അല്ലാതെ ഒരു നോർമൽ വാട്ടർ കണ്ടു കഴിഞ്ഞാൽ അത് പരിശോധിച്ചാൽ തന്നെയാണ് നമുക്കതിൽ ബാക്ടീരിയേൻ്റെ പ്രസൻസ് ഉണ്ടോ രോഗാണുക്കളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഭൗതിക ഗുണങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്താണ്? നിറമില്ല, രുചിയില്ല, മണമില്ല എന്നുള്ളൊരു കാര്യം നമുക്കതിനകത്ത് നിന്നും മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കി നോക്കൂ. ആകൃതിയെക്കുറിച്ച് പറയാണ്. ആകൃതി ഉണ്ടോ ജലത്തിന്? ഇല്ല. അത് ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും വെള്ളത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അതായത് ഗ്ലാസ്സിലാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് ജലമിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. അപ്പം ഏതാണോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രം, ആ പാത്രത്തിൻ്റെ ആകൃതി തന്നെയായിരിക്കും ജലത്തിൻ്റെ ആകൃതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഭൗതിക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജലത്തിൻ്റെ സവിശേഷതകളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു തോണിയുണ്ട്, കടലാസ് തോണി ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിട്ട് വേർതിരിക്കാം? ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നവ, പൊങ്ങിക്കിടക്കാത്തവ എന്ന് പറഞ്ഞൊരു പട്ടിക നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ്. ബലൂണ്, അതേപോലെ ഇല, പ്ലാസ്റ്റിക്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. പലതും താന്നു പോകില്ലേ, കല്ല്, നാണയം, തടിക്കഷ്ണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് വെള്ളത്തിന് അടിയിലേക്ക് പോകുന്നത്, അതാണ് പൊങ്ങിക്കിടക്കാത്തവയാണ്. ഓക്കെ, പൊങ്ങിക്കിടക്കുന്നവയിൽ നമുക്ക് നമ്മുടെ ഇതൊക്കെ പറഞ്ഞൂടെ, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ഇതൊക്കെ എന്താണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നവയാണ് അല്ലേ. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അതൊക്കെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. അതും സാന്ദ്രതയും കാര്യങ്ങളും പ്രതലബലം, പ്ലവക്ഷമബലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവ, പൊങ്ങിക്കിടക്കാത്തവ, അതൊക്കെ അതിൻ്റെ സവിശേഷതകളിലേക്ക് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഈ ചങ്ങാടത്തിലെ യാത്ര എന്ന് പറയുന്നത്. ചങ്ങാടത്തിലൊന്നും ഇപ്പോൾ ആരും യാത്ര ചെയ്യാറില്ല, പക്ഷേ ഈ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് അത്. അതേപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക, നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികവും എന്താണ് ചെയ്യാറുള്ളത്? വാഴത്തണ്ടിൽ അല്ലേ, വാഴത്തണ്ട്. ഓക്കെ, വാഴത്തണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നീന്തൽ പഠിക്കുന്നു. അതൊക്കെ എന്താണ്? വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നതിനുള്ള, ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. ഇനി അതേപോലെ ഒരു കാര്യമാണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും. ഓക്കെ, ഇവിടെ എന്തോ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറയുവാണ് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നാരങ്ങ വെള്ളം റെഡിയാവും. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അയ്യോ പഞ്ചസാര നമ്മൾ ഇത്ര ഇട്ടിട്ട് പഞ്ചസാര എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറയുവാണ്, പഞ്ചസാര എന്താണ് വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയാത്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ജലത്തിൽ ചില വസ്തുക്കൾ ലയിച്ചു ചേരും, ചിലത് ജലത്തിൽ ലയിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പം എല്ലാ വസ്തുക്കളും ഇങ്ങനെ ജലത്തിൽ ലയിക്കില്ല, പഞ്ചസാര ലയിച്ച പോലെ. ഇവിടെ നമുക്ക് കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാത്തിനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ജലത്തിൽ ലയിക്കുന്നവയാണ് ഇത് പഞ്ചസാര, ഉപ്പ്, അതേപോലെ തന്നെ അപ്പക്കാരം, സോപ്പ് പൊടി, ഇതൊക്കെ ജലത്തിൽ ലയിക്കുന്നതാണ്. ജലത്തിൽ ലയിക്കാത്തതാണ് നമ്മുടെ മണ്ണെണ്ണ, മെഴുക്, വെളിച്ചെണ്ണ. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ കാണാൻ കഴിയുമല്ലോ. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന പരീക്ഷണങ്ങളേ ഉള്ളൂ. നമ്മൾ ടീച്ചറാവുന്ന സമയത്ത് എന്തായാലും ഇത്തരം പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലേ. ഈ പരീക്ഷണങ്ങളൊക്കെ പറ്റാവുന്ന സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് പരീക്ഷണങ്ങളിലൂടെ കുട്ടികളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പൊങ്ങിക്കിടക്കുന്നവയുണ്ട്, പൊങ്ങിക്കിടക്കാത്തവയുണ്ട്. അതേപോലെ ലയിക്കുന്ന
ലയിക്കുന്നവയും ലയിക്കാത്തവയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനി അപ്പം ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ഒക്കെ എന്താണ്, വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ട്. പക്ഷെ വാതകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ, ഇതങ്ങനെ കുമിളകൾ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പോൾ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ ജലത്തിലെ ഓക്സിജനാണ് അവർ ശ്വസിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിളാണ്, സോഡക്കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ഏത് വാതകമാണുള്ളത്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. സോഡക്കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ എന്ത് പറയുന്നു? ലീനം എന്ന് പറയുന്നു. അപ്പം എന്തിലാണോ ഈ ലീനം ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ നമ്മൾ ലായനി എന്നും പറയുന്നു. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പഞ്ചസാര ലായനി എടുക്കുകയാണെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത്. അപ്പം എന്താണോ നമ്മൾ ലയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് അതാണ് ലീനം. അതായത് ലയിച്ചു ചേരുന്ന വസ്തു എന്താണോ പഞ്ചസാര, അതാണ് ലീനം. അത് എന്തിലാണോ ലയിച്ചു ചേരുന്നത്, വെള്ളത്തിലാണല്ലോ ലയിച്ചു ചേരുന്നത്, അതാണ് ലായകം. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുക എന്താ, വെള്ളമാണ്. ഏറ്റവും കുറവ് എടുക്കുക നമ്മൾ പഞ്ചസാരയാണ്. അപ്പം ലീനം എന്ന് എഴുതുമ്പോൾ ആകെ 2 അക്ഷരമല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്ന വസ്തു. ഇനി എന്തിലാണോ ലയിപ്പിക്കുക അത് നമ്മൾ കൂടുതൽ എടുക്കും അല്ലേ, വെള്ളം കൂടുതലാണ് എടുക്കുന്നത്, അതിന് 3 അക്ഷരമുണ്ട്. അത് വെറുതെ പറയുക കേട്ടോ, ആലോചിക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ലീനോ ലായകമോ ഒക്കെ മാറിപ്പോവും. ഇപ്പം എന്താ പറയുക, പഞ്ചസാര ലായനി പോലെ തന്നെ നമ്മുടെ എന്ത് പറയാം, ഉപ്പുവെള്ളം പറയാം, അത് എളുപ്പമല്ലേ. ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ ലീനം എന്താണ്, ഉപ്പാണ്. ലായകം എന്താണ്, വെള്ളം തന്നെയാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് സോഡ പറയുവാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡാണ് ലീനം, ലായകം എന്ത് തന്നെയാണ്, വെള്ളം തന്നെയാണ്. ഓക്കെ, തുരിശ് ലായനിയാണ് പറയുന്നതെങ്കിൽ തുരിശാണ് എന്ത്, ലീനം, ലായകം എന്ത് തന്നെയാണ്, വെള്ളം തന്നെയാണ്. മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. ലീനോ ലായകോ ഇനി മാറിപ്പോവില്ലല്ലോ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി പറഞ്ഞു, ഉപ്പ് ലായനി പറഞ്ഞു, സോഡ പറഞ്ഞു, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ലയിക്കുന്നവയുണ്ട്, ലയിക്കാത്തവയുണ്ട്, ലീനം എന്താണ്, ലായകം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ എന്താണ്, ചക്കപ്പശ, ടാറ്, ഇത് പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? വെള്ളം കൊണ്ട് ഉരച്ചാൽ നമ്മൾ ചക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ ഈ വിളഞ്ഞി പറയുന്ന സാധനമാവും അല്ലേ, ഒരു പശപ്പ് വരും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കഴുകിയാലാണോ അത് പോവുക? അല്ല, നമ്മൾ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, വെള്ളം കൊണ്ട് കഴുകി കളയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വേറെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ജലം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ജലത്തിൽ ലയിക്കും, ഉപ്പ് ജലത്തിൽ ലയിക്കും, അപ്പക്കാരം ജലത്തിൽ ലയിക്കും, തുരിശ് ജലത്തിൽ ലയിക്കും, കർപ്പൂരം ലയിക്കും. ഇനി മണ്ണെണ്ണയിൽ ഇതൊന്നും ലയിക്കില്ല, പക്ഷെ കർപ്പൂരം ലയിക്കും. അതേപോലെ വെളിച്ചെണ്ണയിൽ ഇതൊന്നും ലയിക്കില്ല, പക്ഷെ കർപ്പൂരം ലയിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലായത് എന്താ, ഒട്ടുമിക്ക സാധനങ്ങളും എന്താണ്, ജലത്തിൽ ലയിക്കും. പക്ഷെ ചില സാധനങ്ങൾ ജലത്തിൽ ലയിക്കുന്ന എല്ലാം തന്നെ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ഒന്നും ലയിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ജലത്തെ എന്ത് പറയുന്നു, സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് പറയുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ട് ജലത്തിനെ നമ്മൾ സാർവിക ലായകം എന്ന് പറയുന്നു. ഓക്കെ, ഇനി ജലത്തിൻ്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതൂ എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് എന്ത്, വസ്ത്രങ്ങൾ അലക്കാൻ, അതേപോലെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, അതിലൊന്നാണ് വസ്ത്രങ്ങൾ അലക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജലത്തിൻ്റെ ലായകശേഷി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, അതേപോലെ ഭക്ഷണം പാകം ചെയ്യാൻ പ്രധാനമാണല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഇനി ഇവിടെ കുറച്ച് എന്ത് പറയുന്നുണ്ട്,
പരീക്ഷണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്താണ്, 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയിൽ ലയിപ്പിച്ചു നോക്കൂ. അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലൊന്നിൽ പഞ്ചസാര അതേപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തതിൽ എന്താണ് പഞ്ചസാര പൊടിച്ചായിട്ടത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരികളായിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ ഗ്ലാസ്, രണ്ടാമത്തെ ഗ്ലാസ്. അപ്പം ഏതിലായിരിക്കും പെട്ടെന്ന് ലയിച്ച് ചേരുക? അത് രണ്ടാമത്തെ ഗ്ലാസ്സിൽ തന്നെയാണ്. പൊടിച്ച് ചേർത്ത പഞ്ചസാരയിൽ ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് അലിഞ്ഞു ചേരുക. രണ്ടാമത്തെ സന്ദർഭം നോക്കൂ. 2 ഗ്ലാസ്സുകളിൽ വെള്ളം എടുത്തു, ഒന്നിൽ പഞ്ചസാര എന്ത് ചെയ്യുന്നു, ഇളക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. രണ്ടാമത്തതിൽ എന്ത് ചെയ്യുന്നു, പഞ്ചസാര ഇളക്കുന്നു, ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. 1, 2. അപ്പോൾ ഏതാ വേഗം ലയിച്ചു ചേരുക? അതും രണ്ടാമത്തെ തന്നെയാണ് പെട്ടെന്ന് ലയിച്ചു ചേരുന്നത്. ഇനി മൂന്നാമത്തെ സന്ദർഭത്തിൽ ഒന്നിലെന്താണ്, ചൂടുവെള്ളമാണ് എടുത്തത്, മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇതിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഏതാണ് പെട്ടെന്ന് ലയിക്കുക? ഒന്നാമത്തതാണ് പെട്ടെന്ന് ലയിക്കുക. ചൂടുവെള്ളത്തിലാണ് പെട്ടെന്ന് പഞ്ചസാര ലയിക്കുക. ഓക്കെ, നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂലേ. ഇനി അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അതായത് ടെമ്പറേച്ചർ കൂടുമ്പം, അതായത് താപനില എന്താണ്, വസ്തുക്കളുടെ ലയനത്തെ അതായത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വലുപ്പം എന്ന് നമുക്ക് പറയാം അല്ലേ. പഞ്ചസാര തരികളുടെ വലുപ്പം കൂടിയപ്പോൾ അതിൻ്റെ ലയത്വം കുറവായിരുന്നു അല്ലേ, ലയനവേഗം കുറവായിരുന്നു. അതേസമയം പൊടിച്ചിട്ടപ്പോൾ ലയനവേഗം കൂടുതലായി. അപ്പോൾ ഈ വലുപ്പം, അതേപോലെ തന്നെ നമ്മളിവിടെ ഇളക്കുന്നുണ്ടായിരുന്നു അല്ലേ, അത് താപനില, ഇതൊക്കെ ലയനവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്ക് ഈ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ജലം പല രൂപത്തിൽ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യം നിത്യജീവിതത്തിലെ ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ ധർമ്മം, അതേപോലെ സസ്യങ്ങളിൽ ജലത്തിൻ്റെ ധർമ്മം. അപ്പം നമ്മൾ എന്തിലേക്ക് എത്തി? എല്ലാ ജീവജാലങ്ങൾക്കും ജലം അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ജലത്തിലെ സവിശേഷതകളിലേക്ക് വന്നു. ഭൗതിക ഗുണങ്ങൾ, അല്ലാത്ത സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊങ്ങിക്കിടക്കുന്നവയുണ്ട്, പൊങ്ങിക്കിടക്കാത്തവയുണ്ട്, അതേപോലെ ലയിക്കുന്നവയുണ്ട്, ലയിക്കാത്തവയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം പല രൂപത്തിൽ എന്നുള്ള ഒരു ഭാഗം നോക്കാം. അപ്പോൾ ഇതെന്താണ്? ഐസാണ് അല്ലേ. ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട്, അതായത് തണുപ്പിച്ച ശേഷമാണ്, താപനില കുറഞ്ഞ താപനിലയിൽ വെക്കുമ്പോഴാണ് ജലം എന്തായിട്ട് മാറുന്നത്? ഐസായിട്ട് മാറുന്നത്. അത് ജലത്തിൻ്റെ എന്തവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. അപ്പോൾ ജലത്തിൻ്റെ ദ്രാവകാവസ്ഥ ജലം തന്നെ, അതിൻ്റെ ഖരാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീൻ വാങ്ങാൻ വരുന്ന സമയത്ത് അത് ഐസ് ഇട്ടിട്ടായിരിക്കും കൊണ്ടുവരിക അല്ലേ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ രുചിക്ക്, അതായത് നമ്മൾ കൂൾ ബാറിലൊക്കെ ജ്യൂസിലും മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തിലുപയോഗിക്കുന്നു? സ്കിൻ കെയർ വേണ്ടി. അത് ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം യൂട്യൂബ് തുറന്ന ഐസ് ക്യൂബ് മുഖത്തുരയ്ക്കുന്നൊക്കെ കാണാം. അപ്പോൾ സ്കിൻ കെയറിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു പരീക്ഷണമാണ്. ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ ഐസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് നിരീക്ഷിക്കാൻ സാധിക്കുക? ചെറിയ അളവിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? വെള്ളത്തിൻ്റെ അംശം, ചെറിയ അളവിൽ വെള്ളത്തിൻ്റെ അംശം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. രണ്ടാമത്തത് എന്താണ്? ഐസ് ഇനി നമ്മൾ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഐസ് എന്തായിട്ട് മാറുന്നു? ഐസ് ദ്രാവക അവസ്ഥയിലേക്ക് മാറും. അതായത് വെള്ളമായിട്ട്, ജലമായിട്ട് മാറും. ഐസ് ഉരുകിയിട്ട് വെള്ളമായിട്ട് മാറും. ഇനി പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഇങ്ങനെ കുമിളകൾ ഗുളു 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 എന്ന് വരുന്നത് കാണാൻ സാധിക്കും. കുമിളകൾ ഇങ്ങനെ ഫോം ചെയ്യൂലേ. ഇനിയോ വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിച്ചു? വെള്ളത്തുള്ളികൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരേ ആളുകളുടെ
പല രൂപങ്ങളാണ് നമ്മൾ കാണുക. അതായത് വെള്ളം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ബാഷ്പമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആദ്യം അതെന്തായിരുന്നു, ഖരാവസ്ഥയിലായിരുന്നു. എന്ത് ഫോമിലായിരുന്നു ഉള്ളത്, ഐസാണ് അല്ലേ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട, വേറെ എഴുതി എഴുതാം. ഇവിടെ എഴുതി നോക്കട്ടെ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ്, ഖരാവസ്ഥയിലാണ്. അത് പിന്നീട് എന്തായിട്ട് മാറി, ജലമായിട്ട് മാറി നമ്മൾ ചൂടാക്കിയപ്പം. അത് ഏതവസ്ഥയിലാണ്, ദ്രാവകാവസ്ഥയിലാണ്. പിന്നീട് അതെന്തായിട്ട് മാറുന്നു, നീരാവിയായിട്ട് മാറുന്നു അല്ലേ. നീരാവിയായിട്ട്, അതായത് വെള്ളം തിളച്ചിട്ട് പിന്നെ ഇങ്ങനെ നീരാവിയായിട്ട് പോകും. അതേതവസ്ഥയിലാണ്, അത് വാതകാവസ്ഥയിൽ. അപ്പോൾ ഈ 3 അവസ്ഥയിലും ഉള്ളത് ആര് തന്നെയാണ്, ജലം തന്നെയാണ്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ മാറാൻ ആർക്ക് സാധിക്കുന്നുണ്ട്, ജലത്തിന് സാധിക്കണം. അപ്പം 3 അവസ്ഥയിലും കാണാൻ സാധിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് ജലമാണ് കേട്ടോ. ഇനി ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പല യന്ത്രങ്ങളിലൊക്കെ അല്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, യന്ത്രങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ചൂട് ഉപയോഗപ്പെടുത്താറുണ്ട് ജലത്തിൻ്റെ. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഭക്ഷണം പാകം ചെയ്യുക, അരി വേവിക്കുന്നതിന് അല്ലേ, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട് വഹിക്കാനുള്ള വെള്ളത്തിൻ്റെ കഴിവാണ് നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ചൂടുവെള്ളം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആവി പിടിക്കുക, കുളിക്കുക. അതേപോലെ നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചൂടുവെള്ളം പിടിക്കാറുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയൂല്ലേ, ചില ഉപകരണങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ, അതേപോലെ അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ ഹോട്ട് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ പാത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകി നമുക്ക് കൊണ്ടുതരാറുണ്ട് അല്ലേ, അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കുക്കിംഗ്, അതേപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ചൂട് സഹിക്കല്ല, ചൂട് വഹിക്കാനുള്ള വെള്ളത്തിൻ്റെ കഴിവാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചൂടാക്കുമ്പോൾ ജലം എന്തായിട്ട് മാറുന്നുണ്ട്, നീരാവിയായിട്ട് മാറുന്നുണ്ട്, അതായത് ബാഷ്പമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താ സംഭവിക്കുന്നത്, അത് ബാഷ്പമായിട്ട് മാറുക ചെയ്യുന്നത് നമ്മൾ വെയിലത്തിടുന്ന സമയത്ത് അല്ലേ. അപ്പം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് നമ്മുടെ ജലം. അപ്പോൾ ജലം ഈ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, സാർവിക ലായകമാണ് എന്നൊരു പോയിന്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, ഇനി ജലനിരപ്പ്, അതായത് കെട്ടിട നിർമ്മാണ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ചിട്ട് അതിൻ്റെ ഒരു അളവ് എടുക്കുന്നത്. അതായത് അതിൻ്റെ ഒരു നിരപ്പ് ഒരേ നിരയിലാണോ എന്നൊക്കെ, അതായത് നമ്മൾ കെട്ടിപ്പൊന്തിക്കൂലേ, വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കല്ല് വെച്ച് കെട്ടുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടാവും ഇതുപോലൊരു ട്യൂബ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ച്, അത് പരീക്ഷണമാണ്, അത് പോട്ടെ. അപ്പോൾ ഇവിടെ കണ്ടാൽ ജലത്തിൻ്റെ വിധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധാനം പാലിക്കുന്നു എന്നുള്ള പോയിന്റിലേക്കാണ് എത്തുന്നത് കേട്ടോ. കൂടുതലൊന്നും ഇവിടെ ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ് ജലം വിധാനം പാലിക്കുന്നു, അത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പം സാർവിക ലായകമാണ്, അതേപോലെ തന്നെ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു, വിധാനം പാലിക്കുന്നു. ഇതൊക്കെ ഓരോ സവിശേഷതകൾ നമ്മൾ പഠിക്കുകയാണ്. ഇനി ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി അല്ലേ. ഈ ഭൂമി നോക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, ഭൂരിഭാഗവും എന്താണ്, കടലാണ്. കരയേക്കാൾ കൂടുതൽ നമുക്ക് കടലാണുള്ളത്. അപ്പോൾ ജലമാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. അതുകൊണ്ട് നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ്. നമ്മുടെ ഭൂമി പോലെ നമ്മുടെ ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജലസ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ച് ചേർന്നിട്ടുണ്ട് ഏതിൽ, സമുദ്രജലത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്കത് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ പറഞ്ഞു ലവണാംശമുള്ള ഇല്ലാത്ത കലരാത്ത ജലമാണ് ശുദ്ധജലം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ജലത്തുള്ളിക്ക് പറയാനുള്ളത്, ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ
ജീവിക്കാൻ ആവില്ല. ജലത്തുള്ളി പറയുക കേട്ടോ, നമ്മുടെ ജലത്തുള്ളിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളില്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നെയോ, ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, നീരാവിയായിട്ട് പോകുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറുന്നു. ഈ വെള്ളത്തുള്ളിയാണ് പിന്നീട് മേഘങ്ങളായിട്ട് മാറുന്നത്. അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പിന്നീട് എന്തായിട്ട് മാറുന്നു, മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊരു റിവേഴ്സ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം നമ്മൾ മഴത്തുള്ളി പറയാണ്, ജലത്തുള്ളി പറയാണ്, ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മനുഷ്യന് അറിയാമെങ്കിലും ഈ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ, കുറേ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. പല ഫാക്ടറിയിൽ നിന്നുള്ള പലതും വെള്ളത്തിലേക്കാണ് കൊണ്ടു തള്ളുന്നത്. അതേപോലെ മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നു, അലക്കുന്നു, എന്തൊക്കെയോ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടു തള്ളാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ജലസ്രോതസ്സുകൾ ഇന്ന് പലരും കാണുന്നത്. അപ്പം വെള്ളത്തിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്കറിയാം, ആവശ്യകത എന്താണെന്ന് അറിയാം. എല്ലാം അറിഞ്ഞിട്ടും ജലസ്രോതസ്സുകളെ നമ്മൾ മലിനമാക്കുകയാണ്. പക്ഷേ നമുക്ക് പല രീതിയിലും ജലത്തിൻ്റെ ഉപയോഗങ്ങൾ ഒരളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാം, ജലമലിനീകരണം തടയാം. ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ജലത്തെ കരുതി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം. അപ്പം മഴവെള്ളം സംഭരിക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ, ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മഴവെള്ള സംഭരണിയാണ്, വീടുകളിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ്. പിന്നെ തടയണകൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ കയ്യാല, ഇതൊക്കെ പറമ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടൊക്കെ കെട്ടിയുണ്ടാക്കുന്നതാണ് കയ്യാല എന്ന് പറയുന്നത്. പിന്നെ കിണർ റീചാർജിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, മഴവെള്ള സംഭരണികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഒരു പോസ്റ്റർ പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലേ, ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്, നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമ്മളത് കരുതി വെക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്കറിയാം ജലം എന്താണ്, ഒരു മികച്ച ഒരു ലായകം തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതിന് ഗുണമാണ്, അതേപോലെ ദോഷമാണ്. എങ്ങനെയാണത് ദോഷമാവുന്നത്? ഈ മലിനീകരണം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അളവിലും അതിന് പദാർത്ഥങ്ങൾ ലയിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ജലമലിനീകരണ സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ജലം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേറൊരു മേഖലയാണ് വൈദ്യുത നിർമ്മാണം. നമ്മൾ പറയാൻ മറന്നുപോയി. ഈ അണക്കെട്ടുകൾ, ഡാമുകളിലെ അണക്കെട്ടുകളിൽ നമ്മൾ ജലമാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വൈദ്യുതി നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്, ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിൻ്റാണ് ലോക ജലദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏത് ദിവസമാണ്, മാർച്ച് 22. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നമ്മൾ PSC ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ വേറെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് മാക്സിമം എല്ലാ പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇപ്പോഴേ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഓക്കെ, താങ്ക് യു.